തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവും ബി ജെ പിക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, വോട്ടിന് നോട്ട് വിവാദം. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ വോട്ടിന് നോട്ട് ആരോപണം ഉയർന്നു. മരുന്ന് വാങ്ങാൻ 5000 രൂപ തന്നാൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ വൃദ്ധയ്ക്ക് പണം നൽകി എന്നതായിരുന്നു വിവാദം. മറ്റൊന്ന്, 12 കോടിക്ക് കണക്കില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടായി എത്തിയ 12 കോടിയോളം രൂപയ്ക്ക് കണക്കില്ലെന്ന് BJP കേന്ദ്ര ഓഡിറ്റ് വിഭാഗം തന്നെ കണ്ടെത്തിയതാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം ആഭ്യന്തര അന്വേഷണം സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിട്ട്, പക്ഷേ ഇന്നിപ്പോൾ അന്വേഷണമൊന്നുമില്ല എന്ന തരത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത് നമ്മൾ കണ്ടത്. കൊടിയും തോരണങ്ങളും വാങ്ങാൻ സ്വകാര്യ ഏജൻസിയുമായി 3.5 കോടി രൂപയുടെ കരാറുണ്ടാക്കി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. കേന്ദ്രം കൊടിയും ചിഹ്നവും സൗജന്യമായി നൽകിയിരുന്നു. എന്നാൽ ഈ കൊടി തോരണങ്ങൾ വാങ്ങിയ വകയിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും 54 ലക്ഷം രൂപ കമ്മീഷനായി തട്ടിയെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. മറ്റൊന്ന്, വ്യാജ ബില്ലുകളുടെ GST നമ്പറുകളുടെ ദുരുപയോഗവും ഉണ്ടായെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇന്നലെ റോഷിപാൽ പുറത്തുവിട്ടിരുന്നു. രേഖകൾ ചോർന്നതിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിലെ കെയർ ടേക്കർ ഏതായാലും പുറത്താക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾക്ക് സഞ്ചരിക്കാനായി ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് എടുത്തിരുന്നു. 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാനാണ് കരാർ എടുത്തിരുന്നത്. എന്നാൽ അവ ഉപയോഗിച്ചത് 42 മണിക്കൂർ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവശ്യങ്ങൾക്കായി 200ഓളം കാറുകൾ വാടകയ്ക്ക് എടുത്തു എന്നാണ് കണക്ക്. എന്നാൽ 100 കാറുകൾ പോലും ഓടിയിരുന്നില്ല എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. ഹെലികോപ്റ്ററും കാറും ഉപയോഗിക്കാതെ ട്രിപ്പ് ഷീറ്റ് തിരുത്തി 1 കോടി രൂപ തട്ടിയെടുത്തതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആകെ മൊത്തം തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്.